ഇടതുപക്ഷത്തിന് എന്നും ചോരയും നീരും കൊടുത്തു വളർത്തിയ ഇത് പിന്നോക്ക അധസ്ഥിത വർഗങ്ങളെ പരിഗണിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വ്യാഖ്യാനം എവിടെന്ന് വരെ ഞാൻ മുസ്ലിങ്ങൾക്ക് വിരോധിയാണ്, മുസ്ലിങ്ങൾ അർഹതപ്പെട്ടതിലേറെ വാരിക്കൊണ്ടു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇത് ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കാനാണ് ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. ഞാനൊരു മുസ്ലിം വിരോധിയല്ല, ഒരു ക്രിസ്ത്യൻ വിരോധിയല്ല. ഇപ്പോൾ വിരോധം എന്നുള്ളത് ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലാണ് ഏറ്റവും. പക്ഷെ അതിന് തന്നെ നിയമമല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഇവിടെയുള്ള തൃശ്ശൂരിൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടന്നില്ലേ? ആ സാമ്പിൾ വെടിക്കെട്ടിൽ ഈ സിനിമാ താരം എങ്ങനെ ജയിച്ചു? ക്രിസ്ത്യാനിയുടെ ഒറ്റ വോട്ട് കൊണ്ടല്ലേ അദ്ദേഹം ജയിച്ചത്. ഞാൻ പോലും പറഞ്ഞു അദ്ദേഹം ജയിക്കും എന്ന് പറഞ്ഞല്ല, ജയിക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ഈ ക്രിസ്ത്യാനിയുടെ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കുകയും അദ്ദേഹം പാടിയ പാട്ടുകൾ എല്ലാ ക്രിസ്ത്യാനി ഭവനങ്ങളിലും ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ സംഘടിതമായി നിന്നുകൊണ്ട് ഇന്ന് ഭയന്ന് നിൽക്കേണ്ട ഒരവസ്ഥയാണ്. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഭീഷണികളും കൈവെട്ടും കാലുവെട്ടും ആക്രമണങ്ങളും സഹിക്കാതെ ഇന്ന് ക്രിസ്ത്യൻ സമുദായം മൊത്തം വലിയ ഭീഷണിയിലും ഭയത്തിലുമാണ്. അവർക്ക് എവിടെ പോകാനിടം? അവർക്ക് കോൺഗ്രസിൽ പോകാൻ ഇടമില്ല. കാരണം നമ്മൾ കോൺഗ്രസ് എന്താ തീരുമാനിച്ചത്? കോൺഗ്രസിന് ഇന്ന് അഖിലേന്ത്യാ ലെവലിൽ പാർട്ടിക്ക് വോട്ട് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കണമെന്നും നരേന്ദ്രമോദിയെ ഭരണത്തിൽ നിന്ന് ഇറക്കണമെന്നും മുസ്ലിം സമുദായം തീരുമാനിക്കുകയും അഖിലേന്ത്യാ ലെവലിൽ അത് അവർ നടപ്പിലാക്കുകയും ചെയ്തത്. അതുകൊണ്ടാണല്ലോ ആലപ്പി പോലും ആരിഫ് വന്നിട്ട് പോലും മണ്ണഞ്ചേരിയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് പോലും ആരിഫിന് ചോട്ട് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 10,000 വോട്ടിന് ജയിച്ച ആരിഫ് ഇത്തവണ 60,000 മേലോട്ടിന് തോറ്റി. അതിൻ്റെ അർത്ഥം 70,000 മേലോട്ട് പോയി. എങ്കിൽ മുസ്ലിം പോലും വോട്ട് കൊടുത്തില്ല. അങ്ങനെ വലിയൊരു ഭീഷണിയിലാണ് ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായം. അപ്പോൾ അവർക്ക് സംരക്ഷകരായ ആരുമില്ല. അപ്പോൾ അവർ സംരക്ഷകരായ ആരെ കിട്ടിയാലും അതിലേക്ക് ചേക്കേറാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവരാണ് ഈ സുരേഷ് ഗോപി ജയിപ്പിച്ചത്. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കൂട്ടായ വോട്ട് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ അങ്ങനെ പലതും ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ സാമൂഹ്യ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ എന്നെ വർഗീയവാദിയാക്കരുത്, എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കരുത്. മുസ്ലിങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആഡിറ്റർ ആരാണ്? SN ട്രസ്റ്റിൻ്റെ ആഡിറ്റർ റഹീം എത്രയോ കൊല്ലങ്ങളായി ഞങ്ങൾ ആഡിറ്റ് ചെയ്യുന്ന ആളാണ്. 28 കൊല്ലമായി. അതോടൊപ്പം തന്നെ ഇത്തവണ എൻ്റെ വോട്ട് ഞങ്ങൾക്ക് 11 വോട്ടുണ്ട് ആ സിൻഡിക്കേറ്റിലേക്ക് വോട്ട് ചെയ്യാൻ. ആ 11 വോട്ടും റഹീം എന്ന് പറയുന്ന സിൻഡിക്കേറ്റ് മെമ്പറിലേക്കാണ് ഞങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു. ഇന്ന് ഉന്നതിയിലെത്തിച്ചു കോഴിക്കോട്. ഇങ്ങനെ എല്ലാം നിൽക്കുകയാണ്. ഞാനൊരു മതവിദ്വേഷവും വിധേയത്വവും ഇല്ല, ഒരു പാർട്ടിയോടും വിരോധമില്ല, ഒരു പാർട്ടിക്കും വിധേയനുമില്ല. ഞാൻ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം പിന്നോക്ക അധസ്ഥിത വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നതിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ കാവി പതപ്പിക്കാനും നടക്കുന്നില്ല, ചുവപ്പ് പതപ്പിക്കാനും നടക്കില്ല, പച്ച പതപ്പിക്കാനും നടക്കില്ല. സംഘടനയെ ഇവിടെ മഞ്ഞ പതപ്പിക്കാനാണ് ഞാൻ നടക്കുന്നത്. ഞാനൊരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാണ്, അല്ലാതെ ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ ആയി പ്രവർത്തിക്കുന്നതല്ല. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, 28 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സംഘടന എവിടെ കിടന്നു? ഇന്ന് കേരളമല്ല, ഇന്ത്യയിലെ ലോകമെമ്പാടും ഈ സംഘടനയും സമുദായം ഉണ്ടെന്നും ഒരു കല്ല് മനസ്സിൽ പോലും ഇതിൻ്റെ മുൻഗാമികളിൽ സമുദായത്തിന് കൊടുപ്പിക്കാനോ സാമ്പത്തികമായ ഉന്നമനത്തിന് ചെയ്യാതിരുന്ന ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നുകൊണ്ട് ഈ സമുദായത്തെ സമുദ്ധരിക്കുവാൻ എന്തെല്ലാം കോടാനുകോടി രൂപയല്ലേ മൈക്രോ ഫൈനാൻസിലും കൊടുത്ത്, എന്തെല്ലാം ക്ഷേമ പദ്ധതി. ഇന്ന് തന്നെ കണ്ടില്ലേ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്തെല്ലാം ക്ഷേമ പദ്ധതിയാണ് കൊണ്ട് നടക്കുന്നത്. ഇവിടെ ഞാൻ വന്നിട്ടല്ലേ ഇവിടെ കെട്ടുറെങ്കിലും ഉണ്ടായത്, വലിയ വമ്പന്മാരും കൊമ്പന്മാരും ഉണ്ടായിരുന്ന സ്ഥലമല്ലേ ഇവിടെ, എന്നും എന്നെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലമല്ലേ ഈ യൂണിയൻകാരും എല്ലാം ഇവിടെ. പക്ഷേ ഒരു കെട്ടറോ ആസ്ഥാന മന്ദിരമൊക്കെ ഉണ്ടാകാൻ ഞാൻ വേണ്ടി വരുന്നത് കള്ളുകച്ചവടക്കാരനായ ഞാൻ. എന്നെ ഏറ്റവും കൂടുതൽ കള്ളുകച്ചവടക്കാരനെന്ന് പറഞ്ഞവരാണ് ഈ നാട്ടുകാർ. ഇവർ മാത്രമല്ല, എന്നെ കള്ളുകച്ചവടക്കാരാന്ന് പറഞ്ഞ് അബ്ദുൽ ഗഫൂർ വരെ വിളിച്ച്
ഞങ്ങളിവിടെ നവോത്ഥാന സമിതിയിൽ അംഗമാണ് അബ്ദുൽ ഗഫൂർ. അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് ഞാനൊരു കള്ള് കച്ചവടക്കാരനാണെന്ന്. ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ കള്ള് കച്ചവടക്കാരനാണ്. പക്ഷെ അബ്ദുൽ ഗഫൂർ എന്താ കച്ചവടം? അദ്ദേഹം വിദ്യാഭ്യാസ കച്ചവടം ചെയ്ത് ജീവിക്കല്ലേ, എന്ത് ജോലി ചെയ്തെന്നു? ഞാൻ പണിയെടുത്താണ് ജീവിക്കുന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ അതിനകത്ത് നിൽക്കുന്ന പല നവോത്ഥാന സമിതി പലരും രാജിവെച്ചു. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അബ്ദുൽ ഗഫൂർ ഇങ്ങനെ നവോത്ഥാന സമിതി ഇരിക്കുന്ന ഒരാൾ അതിൽ ചെയർമാനായിരിക്കുന്ന എന്നെപ്പറ്റി കള്ള് കച്ചവടം എന്ന് പറയാമോ? ഈ കള്ളിൻ്റെ മണവും കള്ളവും ഉണ്ടെന്നത് ഇപ്പോഴാണ് അറിയണത്. നിങ്ങൾക്കറിയാമല്ലോ, കളക്ട്രേറ്റിന് ഇവിടുത്തെ ഹൈക്കോടതിയുടെ മുമ്പിൽ സത്യാഗ്രഹത്തിൽ വന്നപ്പോൾ അദ്ദേഹവും മൈക്ക് വെച്ച് പ്രസംഗിച്ചായിരുന്നല്ലോ എൻ്റെ കൂടെ നിന്ന്. അന്ന് കള്ളിൻ്റെ മണം കണ്ടില്ലല്ലോ. ആളും അർത്ഥം ആരുടെയായിരുന്നു? ഇതെല്ലാം കൊണ്ടുവന്നില്ലേ പിന്നോക്ക സമുദായ മുന്നണിയെന്നും സംവരണ സമുദായ മുന്നണിയെന്നും ഒക്കെ പറഞ്ഞ് അവരോടൊപ്പം തോളോട് ചേർന്ന് നിന്നുകൊണ്ട് ബായി പറഞ്ഞ് ഞാൻ നടന്നവനല്ലേ. ആ നടന്ന് ഞങ്ങളെ തൊഴിച്ച് പുറത്തിട്ടില്ലേ അവർ? ഭരണത്തിൽ കയറിയപ്പോൾ അവരെന്ത് ചെയ്തു? എന്ത് തന്നു? ഇതൊക്കെ അനുഭവമാണ്. അനുഭവം മനസ്സിലാക്കിയപ്പോൾ ഞാൻ അവിടെ നിന്ന് അകന്നു, വിരോധമില്ല, അകന്നു. അപ്പോൾ അവർക്കതൊരു ഉദ്ദേശമായി മാറിക്കൊണ്ട് ഇന്ന് എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയും ഒരു മുസ്ലിം വിരോധിയാണെന്ന് വരുത്താൻ വേണ്ടിയും അതിൻ്റെ പത്രങ്ങളിൽ ദിവസം പ്രസ്താവന ഓരോരുത്തരും എഴുതുകയാണ്. ഇതെല്ലാം അസത്യമാണ്. ഞാൻ പറയുന്നത് സാമൂഹ്യ നീതിക്ക് വേണ്ടി ഈ അടിസ്ഥാന വർഗത്തിന് ഈ പറഞ്ഞ രാഷ്ട്രീയ കക്ഷികൾ അവർ നോമിനേറ്റ് ചെയ്തപ്പോൾ കൊടുക്കാതിരുന്ന ആ പരിരക്ഷ കൊടുക്കാതിരുന്നതിനെ പറ്റി വിമർശിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ കക്ഷികളെ വിരൽ ചൂണ്ടിക്കൊണ്ട് വർത്തമാനം പറഞ്ഞു എന്നുള്ളതല്ലാതെ ഒരു സമുദായത്തെ ഞാൻ ചൂണ്ടി പറഞ്ഞില്ല.